എല്ലാ പ്രിയ കൂട്ടുകാർക്കും നമസ്കാരം. റോബ്മെക്സയുടെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. കിയ ഇന്ത്യയിൽ അവതരിപ്പിക്കുന്ന ഏറ്റവും പുതിയ വാഹനമായിട്ടുള്ള സീറോസ് നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത്. നമ്മളെന്നുള്ളത് തിരുവനന്തപുരത്ത് പള്ളിച്ചിലുള്ള ഓട്ടോമോട്ടീവ് കിയയിലാണ്. ഇന്നായിരുന്നു ഇതിൻ്റെ ലോഞ്ച് ഫംഗ്ഷൻ. അടിപൊളി ഒരു ലോഞ്ച് ഫംഗ്ഷൻ ആയിരുന്നു. എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, രാജ്യമേറെ ആദരിക്കുന്ന പ്രിയപ്പെട്ട നമ്പിനാരായണ സാർ, പത്മഭൂഷൺ നേടിയിരിക്കുന്ന, അല്ലെങ്കിൽ ഒരു വിഷയം നമ്മൾ റോക്കറ്റുകളെക്കുറിച്ച് പറയുന്ന സമയത്ത് ക്രയോജനിക് എഞ്ചിൻ അത്രയും വികസിപ്പിക്കാനായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ടീമായിരുന്നു. അപ്പം അദ്ദേഹത്തിൻ്റെ കൂടെ ഈ ഒരു ലോഞ്ച് ചെയ്യാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. കാരണം എനിക്ക് എന്താ പറയേണ്ട തരത്തില്ല, കാരണം ഒരുപാട് നാളായിട്ട് കാണണമെന്ന് ആഗ്രഹിച്ച ഒരു വ്യക്തിത്വമായിരുന്നു. അപ്പോൾ അതിനുശേഷം ഞാൻ ഈ മനോഹരമായിട്ടുള്ള വാഹനം നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ്. സീറോസ് എന്ന് പറയുന്ന ഒരു വാഹനം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു സബ് കോമ്പാക്റ്റ് ആയിട്ടുള്ള SUV ആണെങ്കിലും പുതുതായിട്ടുള്ള ഒരു സെഗ്മെൻറ്റ് ആയിട്ടാണ് ഇതിനെ അവതരിപ്പിച്ചിരിക്കുന്നത്. ഒരു ടോൾ ബൈ ഡിസൈനാണ്. അത് വാഹനത്തിന് പൊതുവേ പൊക്കം കൂടുതലാണ്, ഒരു ബോക്സി ടൈപ്പുള്ള സ്ട്രക്ചറാണ്. പൊതുവേ നമ്മൾ കണ്ടിട്ടില്ലാത്തൊരു ഡിസൈനിലാണ് വന്നിരിക്കുന്നത്. ഈ ഒരു വാഹനത്തെക്കുറിച്ച് നമ്മൾ പറയുന്ന സമയത്ത് ഞാൻ ഈ കഴിഞ്ഞ ദിവസം നമ്മൾ ഓട്ടോ എക്സ്പോയിൽ പോയപ്പോൾ നമ്മൾ കിയയുടെ പവലിയനിൽ ഈ വാഹനം നമ്മൾ കണ്ടിരുന്നു. അപ്പോൾ അതിനകത്ത് ഏറ്റവും ഫാസിനേറ്റിംഗ് ആയിട്ട് കുറേ ഫീച്ചേഴ്സ് വാഹനത്തിനകത്തുണ്ട്. പ്രത്യേകിച്ച് ഇൻറ്റീരിയർ കൊണ്ടാണ് വാഹനം നമ്മൾ ഞെട്ടിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് സ്പേസ് എടുത്ത് പറയുകയാണെങ്കിൽ ഒരുപാട് സ്പേസ് ഉള്ള, അതായത് ഈ ശരിക്കും പറഞ്ഞാൽ ഈ വാഹനത്തിന് വലിയ വലിപ്പമൊന്നുമില്ല, അല്ലെങ്കിൽ നീളം വെച്ച് നോക്കുമ്പോൾ വലിയ നീളമല്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു 4 മീറ്ററിനകത്താണ് വരുന്നത്. 3995 മില്ലിമീറ്റർ ലെങ്ത് വരുന്ന ഒരു വാഹനമാണ്. അപ്പോൾ ആ ഒരു വാഹനത്തിനകത്ത് കൊടുത്തിരിക്കുന്ന ഒരു സ്പേസ് എന്ന് പറയുന്നത് എക്സ്ട്രാ ഓർഡിനറിയാണ്. സാധാരണ ഒരു വാഹനത്തിനും കാണാൻ പറ്റാത്ത ഒരു സ്പേസ് അതിനകത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ പുറകിലത്തെ സീറ്റ് പൊതുവെ ഒരു വാഹനങ്ങളുടെയും നമുക്ക് ഫ്രണ്ടിലോട്ടും ബാക്കിലോട്ടും നമുക്ക് മാറ്റാൻ പറ്റില്ല. ഈ ഒരു വാഹനത്തിലേക്ക് വരുന്ന സമയത്ത് ഡിക്കി സ്പേസിലേക്ക് കുറച്ചും കൂടെ നമുക്ക് സീറ്റ് ബാക്കിലേക്ക് കൊണ്ടുപോയി ചാരി ഇരിക്കാനൊക്കെ പറ്റും. അതായത് നമ്മളെപ്പോഴും സാധനങ്ങൾ നമ്മൾ കൊണ്ടുപോകാത്തപ്പോൾ ഡിക്കി എംറ്റി ആയിട്ടായിരിക്കുന്നത്, അല്ലേ? നമ്മുടെ വണ്ടിയുടെ ഒരു ബൂട്ട് സ്പേസ് എംറ്റി ആയിട്ടിരിക്കുന്നത്. ആ സ്പേസിനെ യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് സുഖകരമായിട്ടുള്ള ഒരു യാത്രയ്ക്ക് വേണ്ടിയാണ് ഈ വാഹനം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഈ ഒരു വാഹനത്തിൻ്റെ ഡിസൈനിലേക്ക് വരുന്ന സമയത്ത് കിയയെ സംബന്ധിച്ച് ഇതിനെ ഒരു ടൈഗറിൻ്റെ ഫേസിനോടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഡിജിറ്റലായിട്ടുള്ള ഒരു ടൈഗർ ഫേസാണ് ഈ വാഹനത്തിനകത്ത് വന്നിരിക്കുന്നത്. പിന്നെ സേഫ്റ്റിയുടെ ഭാഗമായിട്ട് നമുക്ക് അറിയാൻ പറ്റും, ടോപ്പ് ആൻഡ് മോഡൽസിൽ എല്ലാ വാഹനങ്ങളും ഇപ്പോൾ അഡാസ് ലെവൽ ഫീച്ചേഴ്സ് വരാറുണ്ട്. ഈ വാഹനത്തിനകത്തും ഒരു 16 ലെവലായിട്ടുള്ള അഡാസിൻ്റെ ഫീച്ചേഴ്സ് വന്നിട്ടുണ്ട്. അതിന് ക്യാമറ അവിടെ നമുക്ക് കാണാൻ നമുക്ക് സാധിക്കും. തൊട്ടതായിട്ട് വരുന്ന സമയത്ത് നമുക്ക് വൈപ്പേഴ്സ് അവിടെ കാണാം. ബോണറ്റിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ വളരെ ചെറിയ, അതായത് നമുക്ക് ലെങ്ത്ത് കുറവുള്ള ബോണറ്റാണ്. ആക്ച്വലി ഇത്ര മാത്രമേ ഉള്ളൂ. ശരിക്കും പറഞ്ഞാൽ 1 മീറ്ററിൽ താഴെ, 1 മീറ്റർ ഒന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല, അതിൽ താഴെ വരുന്ന ഒരു ബോണറ്റ് സ്പേസ് ആണ് കൊടുത്തിരിക്കുന്നത്. ആ ഒരു എഞ്ചിൻ്റെ ഒരു ഏരിയ ക്യാബിൻ എന്നൊക്കെ പറയുന്നത്. ഇനി നമുക്ക് ഫ്രണ്ടിലേക്ക് വരാം. ഫ്രണ്ടിലേക്ക് വരുന്ന സമയത്ത് ഒറ്റ നോട്ടത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ വാഹനം നമുക്ക് ഇലക്ട്രിക് ആണ് എന്ന് നമുക്ക് തോന്നും. കാരണം വെച്ച് കഴിഞ്ഞാൽ കവേർഡ് ആയിട്ട് വരുന്ന ഒരു ഗ്രിൽ ഏരിയയാണ് വാഹനത്തിനകത്ത് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അത് സൂചിപ്പിക്കുന്നത് ഭാവിയിൽ ഇതിൻ്റെ ഒരു ഇലക്ട്രിക് മിക്കവാറും റോഡിലേക്ക് വരാം. കാരണം വെച്ച് കഴിഞ്ഞാൽ സീറോസിൻ്റെ ഒരു ജനപ്രീതി എങ്ങനെയാണെന്ന് നോക്കിയിട്ടായിരിക്കും ചിലപ്പോൾ ഇതിനെ ഒരു ഇലക്ട്രിക്കായിട്ട് മാറ്റാൻ പോകുന്നത്. ഇത് പറയാൻ വേറൊരു കാരണം കൂടെ. കാരണം ഇതിനകത്തെ നമ്മൾ വാഹനത്തിൻ്റെ അകത്തിരിക്കുന്ന സമയത്ത് നമുക്ക് ആ ഒരു ഫുട്ബോളിൻ്റെ ഏരിയ ഒക്കെ അത്യാവശ്യം കുറച്ചുകൂടി ഡീപ്പറാണ്. അതായത് ഒരു ബാറ്ററി പ്ലേസ് ചെയ്യാൻ പാകത്തിലാണ് അതിന് ഡിസൈൻ ചെയ്തിരിക്കുന്നതാണ് എനിക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ ഫ്യൂച്ചറിൽ ഒരു ഇലക്ട്രിക് വാഹനമായിട്ട് ഇത് വന്നേക്കാം. അപ്പം അതുപോലെ തന്നെ നമുക്കിവിടെ ഒരു പിയാനോ ബ്ലാക്ക് എലമെൻറ്റ് ഒക്കെ നമുക്കിവിടെ ഫീൽ ചെയ്യും. ലൈക്ക് നമ്മൾ സാധാരണ മിക്ക വാഹനങ്ങൾക്ക് ഒരു DRL ഒക്കെ ആയിട്ടാണ് ഇവിടെ വരുന്നത്. പക്ഷേ അങ്ങനെയല്ല, ഇതൊരു ഡിസൈൻ എലമെൻ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. കിയയുടെ ഒരു ലോഗോയും നമുക്കിവിടെ കാണാനായിട്ട് പറ്റും. 360 ഡിഗ്രി ക്യാമറയുണ്ട്. അതിനുവേണ്ടിയുള്ള ഒരു ക്യാമറാസ് നമുക്ക് ഫ്രണ്ടിൽ തന്നെ നമുക്ക് കാണാനായിട്ട് പറ്റും. പിന്നെ ചെറിയൊരു എയർ ഡാൻ പോർഷൻ നമുക്കിവിടെ കാണാം. താഴോട്ട് വരുന്ന സമയത്ത് നമുക്ക് ഈ ഒരു സ്കിഡ് പ്ലേറ്റും കാര്യങ്ങളൊക്കെ അവിടെ കൊടുത്തിരിക്കുന്നതായിട്ട് നമുക്ക് കാണാം. എടുത്തു പറയേണ്ടത് വാഹനത്തിൻ്റെ ഹെഡ് ലാമ്പുകളെ കുറിച്ചാണ്. മെയിനായിട്ട് നമുക്കിവിടെ സ്റ്റാർ മാപ്പായിട്ട് വരുന്ന DRLs ഈ വാഹനത്തിനകത്ത് കൊടുത്തിട്ടുണ്ട്. അത് സ്ട്രെയിറ്റ് ആയിട്ടൊരു ലൈനായിട്ടാണ് താഴോട്ട് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഐസ് ക്യൂബ് ഡിസൈനിലുള്ള നമുക്ക് ഹെഡ് ലാംപ്സ് നമുക്ക് കാണാം. അതൊരു 3 ചേംബറിനകത്താണ് ഹെഡ് ലാംപ്സ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഫ്രണ്ടിലേക്കൊക്കെ വരുന്ന സമയത്ത് ബമ്പേഴ്സിലൊക്കെ നമുക്ക് ഈ വാഹനത്തിനകത്ത് സെൻസേഴ്സ് കൊടുത്തിരിക്കുന്നതായിട്ട് കാണാം. ഇതൊക്കെയാണ് ഫ്രണ്ടിലുള്ളൊരു കാഴ്ച എന്ന് പറയുന്നത്. നമുക്കിനി വാഹനത്തിൻ്റെ സൈഡിലേക്ക് ഒന്ന് പോയി നോക്കാം. 3995 മില്ലിമീറ്റർ ലെങ്താണ്, 2550 വീൽ ബേസ് വരുന്നത്, 1680 ഇതിൻ്റെ ഹൈറ്റ് വരുന്നത്. അപ്പം ഇതുപോലുള്ള ഒരു വാഹനമാണ്. നമ്മൾ നിൽക്കുമ്പോൾ അത്യാവശ്യം നമുക്ക് ഒരുപാട് പൊക്കം തോന്നുന്നില്ല, എങ്കിൽ പോലും നമുക്ക് ഈ ഒരു വാഹനത്തെ സെഗ്മെൻറ്റായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് അത്യാവശ്യം പൊക്കമുള്ളൊരു വാഹനമായിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഫ്രണ്ടിൽ നിന്ന് പറഞ്ഞു വരാം. ബോക്സി ഷേപ്പിൽ വരുന്ന ഫെൻഡേഴ്സാണ് വാഹനത്തിനകത്ത് കൊടുത്തിരിക്കുന്നത്. അതുപോലെ നമുക്ക് വാഹനത്തിനകത്ത് അലോയ് വീൽസ് കാണാം. ഈ ഒരു അലോയ് വീൽസിലേക്ക് വരുന്ന സമയത്ത് 17 ഇഞ്ച് വരുന്ന അലോയ് വീൽസാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഈ വാഹനം നമുക്ക് കിട്ടുന്ന 6 വേരിയൻറ്റുകളാണ്. HTK ഓപ്ഷൻ, HTK പ്ലസ്, HTX ഓപ്ഷൻ, HTX പ്ലസ്, ഇങ്ങനെയുള്ള വേരിയൻറ്റുകളാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഓരോ വേരിയൻറ്റിലേക്ക് വരുന്ന സമയത്ത് ഇപ്പം ഏറ്റവും ലോവർ ട്രിമിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് 15 ഇഞ്ചിൻ്റെ വീല് മുതലാണ് തുടങ്ങുന്നത്. അതുപോലെ തന്നെ അലോയ്സിനകത്ത് വ്യത്യാസമുണ്ട്. ഈ ഒരു ടോപ്പ് എൻഡിലേക്ക് വരുന്ന സമയത്ത് ഇതുപോലുള്ള ഡയമണ്ട് കട്ട് അലോയ്സാണ്, 17 ഇഞ്ചാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു മിറേഴ്സിലേക്ക് നമുക്ക് വരാം. ബോഡി കളർഡായിട്ട് വരുന്ന മിറേഴ്സാണ്. ഇതിൻ്റെ കളേഴ്സിനെ കുറിച്ച് പറയുന്ന സമയത്ത് ഇതാണ് ഇതിൻ്റെ സിഗ്നേച്ചർ ആയിട്ടുള്ള കളർ എന്ന് പറയുന്നത്. 8 മോണോട്ടോൺ കളേഴ്സാണ് ഈ വാഹനത്തിനകത്ത് അവൈലബിൾ ആയിരിക്കുന്നത്. ഒരു ഫോസ്റ്റ് ബ്ലൂ എന്ന് പറയുന്ന ഒരു കളറാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം
ഇതിൻ്റെ തന്നെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു കളറാണ്, റസ്റ്റിക് ബ്ലൂ എന്നൊക്കെ പറയുന്ന ഒരു കളറിലാണ് വന്നിരിക്കുന്നത്. നമുക്ക് മുകളിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഇവിടെ ഒരു റൂഫ് റെയിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ നമുക്ക് സാധിക്കും. പിന്നെ സാധാരണ കാറുകളിൽ കാണാത്ത ഒരു വിൻഡോയുടെ ഷേപ്പുകളൊക്കെയാണ് കേട്ടോ. ഈ ഒരു കോർണർ കണ്ടോ, ഇങ്ങനെ ഒരു ഗ്ലാസ് എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക ഷേപ്പിലാണ് കൊടുത്തിരിക്കുന്നത്. ബാക്കിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുന്ന സമയത്തും നമുക്കിവിടെ കാണാം, ഇതും ഈ ഒരു കട്ടുകൾ കുറച്ചും കൂടെ ബ്രോഡർ ആയിട്ടുള്ള വലിയ കട്ടുകളായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഡോർ ഹാൻഡിൽസിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഫ്ലഷ് ആയിട്ട് വരുന്ന ഡോർ ഹാൻഡിൽസ് ആണ്, കുറച്ചുകൂടെ ഒരു എയറോഡൈനാമിക് ഡിസൈൻ്റെ ഭാഗമായിട്ട് കൊടുത്തിരിക്കുന്നതാണ്. അത് തന്നെയാണ് EV ആകാനുള്ള ചാൻസുകളിൽ ഒന്നെന്ന് പറയുന്നത് ഇങ്ങനെയുള്ളൊരു ഫ്ലഷ് ഡോർ ഹാൻഡിൽസ് കൊടുത്തിരിക്കുന്നതുകൊണ്ടാണ്. ഫ്രണ്ടിലും ബാക്കിലും ഡിസ്ക് ബ്രേക്കുകളാണ്, അതുപോലെ മക്ഫേഴ്സിൻ്റെ സ്റ്റേൺ കോയിൽ സ്പ്രിങ്ങും ഒക്കെ വരുന്നത്, ടോർഷൻ ബീമും ഒക്കെയാണ് ബാക്കിലേക്ക് വരുന്ന സമയത്ത് സസ്പെൻഷൻ വരുന്നത്. പിന്നെ കിയയെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ യാത്രാസുഖത്തിന് യാതൊരു കുറവില്ല. കാരണം പേഴ്സണലി നമ്മുടെ കുടുംബങ്ങളിലാണെങ്കിലും അങ്കിൾമാർക്കൊക്കെ ഈ വാഹനങ്ങളുണ്ട്, സെൽറ്റോസും സോണറ്റും ഒക്കെ ഉണ്ട്. അപ്പോൾ അതിലൊക്കെ അവർ ഭയങ്കര കംഫർട്ടബിളാണ്. അപ്പം യാത്രാസുഖത്തിന് യാതൊരു പ്രശ്നങ്ങളും ഫീൽ ചെയ്യാൻ ചാൻസസ് ഇല്ല. അതുപോലെ നമുക്ക് ഈ ഒരു ഏരിയയ്ക്ക് വരുന്ന സമയത്ത് നമുക്കൊരു ക്വാർട്ടർ ഗ്ലാസ് ഒക്കെ ഉണ്ട്. നമുക്ക് ഈ ഒരു ഏരിയ എന്നൊക്കെ പറയുമ്പം ലൈക്ക് എന്താ കണ്ടോ, ഈ ഒരു സംഭവം ഈ ബാക്കിലെ ഷേപ്പൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഏത് വാഹനമായിട്ടാണ് നിങ്ങൾക്കൊരു സാമ്യമായിട്ട് തോന്നുന്നത്. ലൈക്ക് നമ്മുടെ ഈ ഒരു ബാക്ക് ഏരിയ എന്നൊക്കെ പറഞ്ഞാൽ ഒരു ജിംനി പോലെയൊക്കെ നമുക്ക് തോന്നാറുണ്ട്. അല്ലെങ്കിൽ ഇതുപോലത്തെ സൈസ് വാഹനങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ട്, ഏതാ നിങ്ങൾക്കൊന്ന് കമൻറ്റ് രൂപയുടെ താഴെ എഴുതിയാൽ മതി. ഇനി ബാക്കിലേക്ക് വരാം. ബാക്കിലേക്ക് വരുന്ന സമയത്ത് എൽ ഷേപ്പിലുള്ള സ്റ്റാർ മാപ്പ് നമുക്ക് ടെയിൽ ലാംപ്സ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റും. ബ്യൂട്ടിഫുൾ ആണ്, അത് കത്തി നിൽക്കുന്ന സമയത്ത് അത് കാണുമെന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിത് കാണാനായിട്ട് പറ്റും. അതുപോലെ ഏറ്റവും ടോപ്പിലേക്ക് വരുന്ന സമയത്ത് നമുക്കൊരു ഷാർഫിനാൻ്റെ ഉണ്ട്. അതുപോലെ ഇങ്ങനെ ചാഞ്ഞിറങ്ങുന്ന തരത്തിലുള്ള ഒരു സ്പോയിലറും വാഹനത്തിനകത്ത് ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ഏറ്റവും ടോപ്പിൻ്റെ ആയതുകൊണ്ട് ഇതിനകത്തൊരു വൈപ്പേഴ്സ് ഇൻറ്റഗ്രേറ്റ് ചെയ്തിരിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് നമുക്ക് സാധിക്കും. ഇനി നമുക്കിനി ഇതിൻ്റെ ടെയിൽ ലാമ്പിൻ്റെ ക്ലസ്റ്ററിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സൈഡ് കവർ ചെയ്ത് നിൽക്കുന്ന 3D ഷേപ്പിലുള്ള ഒരു ടെയിൽ ലാംപ്സ് ആണ് വന്നിരിക്കുന്നത്. അത് അങ്ങേയറ്റത് കോർണറാണ്, അതായത് വാഹനത്തിൻ്റെ ഒരു സൈഡ് ബോഡിയുടെ രണ്ട് വശവും ഇങ്ങനെ ഈ ലൈറ്റ്സ് കയറി നിൽക്കുന്ന തരത്തിലാണ് അത് കൊടുത്തിരിക്കുന്നത്. തൊട്ട് ബാക്കിലേക്ക് വരുവാണെങ്കിൽ സിറോസ് എന്ന് പറഞ്ഞൊരു റൈറ്റിംഗ് നമുക്കിവിടെ കാണാം. കിയയുടെ ബാഡ്ജിങ് കാണാം. ഇത് ഏറ്റവും ടോപ്പ് എൻഡ് മോഡലായിട്ടുള്ള 7 സ്പീഡ് DCT ആണ്. അതായത് പെട്രോളിലേക്ക് വരുന്ന സമയത്ത് നമുക്കൊരു 7 സ്പീഡ് DCT അവൈലബിൾ ആണ്. ഇതിൻ്റെ കൂടെ മാനുവലും അവൈലബിൾ ആയിട്ട് കിട്ടുന്നുണ്ട്. അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാഹനത്തിൻ്റെ ബൂട്ട് സ്പേസ് ആണ്. ബൂട്ട് സ്പേസ് എന്ന് പറയുമ്പം ഈ സെഗ്മെൻറ്റിൽ അത്യാവശ്യം നല്ല ബൂട്ട് സ്പേസ് ആണ്. 460 ലിറ്ററാണ് ബൂട്ട് സ്പേസ് വരുന്നത്. നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ തന്നെ കണ്ടോ, ഒരു അമണ്ടൻ പെട്ടി ഈ വാഹനത്തിൻ്റെ ബൂട്ടിനകത്ത് വെച്ചിട്ടുണ്ടെന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇതിന് തൊട്ടതായിട്ട് വരുന്ന സമയത്ത് 1 ഇഞ്ച് കുറവുള്ള, അതായത് 16 ഇഞ്ച് വലുപ്പമുള്ള ഒരു സ്പെയർ വീലും ഉണ്ട് കേട്ടോ. അത് ഞാൻ നിങ്ങളെ കാണിക്കേണ്ട ആവശ്യമില്ല, 1 ഇഞ്ച് കുറവുള്ള സ്പെയർ വീലാണ്. ഓക്കെ, അത് കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് എടുത്തു പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ പാർസൽ ട്രേ വളരെ മിനിമലായിട്ടാണ് വെച്ചിരിക്കുന്നത് കേട്ടോ. വളരെ കുഞ്ഞൊരു പാർസൽ ട്രേ ആണ്. അപ്പം ഈ സ്പേസ് യൂട്ടിലൈസേഷന് വേണ്ടി, കാരണം നമ്മുടെ സാധാരണ നാടുകളിൽ പാർസൽ ട്രേ നമ്മൾ ഉപയോഗിക്കുന്നത് പട്ടിക്കുട്ടിയുടെ അല്ലെങ്കിൽ ബൊമ്മയൊക്കെ വെക്കാൻ വേണ്ടിയാണ്. അപ്പോൾ അതിന് ഇത്രയും വീതി മതിയെന്നാണ് ഇവർ പറയുന്നത്. അല്ലാതെ നമ്മൾ കൂടുതൽ സാധനങ്ങളൊന്നും ഇവിടെ വെക്കാറില്ലല്ലോ. അപ്പോൾ ആ കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഇങ്ങനെ കൊച്ചൊരു പാർസൽ ട്രേ കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ അഡ്വാൻറ്റേജ് അകത്തേക്ക് പോകുമ്പോഴാണ് വരുന്നത്. അത് ഞാൻ നിങ്ങളെ അകത്തേക്ക് പോകുന്ന സമയത്തേക്ക് ഒന്ന് കാണിച്ചു തരാം. അപ്പം ഇതൊക്കെയാണ് ഈ വാഹനത്തിൻ്റെ പുറകിൽ നിന്നുള്ളൊരു കാഴ്ച എന്ന് പറയുന്നത്. നമുക്കിനി ഒരു ഡ്രൈവർ ഡോർ നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം, എന്തൊക്കെയുണ്ട് അതിൻ്റെ കാഴ്ചകൾ നമുക്ക് നോക്കാം. ഈ ഡോർസ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ഇൻറ്റീരിയറിലേക്ക് വരുന്ന സമയത്ത് കണ്ടോ, നമ്മൾ ഇതുവരെ കാണാത്ത തരത്തിലുള്ള ഒരു ഇൻറ്റീരിയറൊക്കെയാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ വലിയ സ്ക്രീൻ ഏരിയയും കാര്യങ്ങളൊക്കെ വാഹനത്തിനകത്ത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഒറ്റ നോട്ടത്തിലേക്ക് നോക്കുമ്പോൾ സ്റ്റിയറിങ്ങിനൊക്കെ എന്തൊക്കെയോ പ്രത്യേകതയാണ്. വട്ടമാണോ ചതുരമാണോ എന്തൊക്കെയാണെന്നൊന്നും മനസ്സിലാകുന്നില്ല. ഭയങ്കര നല്ല ഒരു മോഡേൺ ആയിട്ടുള്ള ഒരു ഇലക്ട്രിക് വാഹനത്തിൻ്റെ ഇൻറ്റീരിയർ പോലെ തന്നെയാണ് വാഹനത്തിനകത്ത് കൊടുത്തിരിക്കുന്നത്. ഡോർ ട്രിംസിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള പ്ലാസ്റ്റിക്സ് ഉണ്ട്. അതുപോലെ തന്നെ ഈ 2 ടെക്സ്ചറിലാണ് കൊടുത്തിരിക്കുന്നത്. സാധാരണ പിയാനോ ബ്ലാക്ക് എന്ന് പറയുമ്പോൾ ഇതിൽ പിയാനോ ഗ്രേ ആണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് സീറ്റ് വെന്റിലേഷൻ്റെ സ്വിച്ചസ് ഇവിടെ കാണാം. ഫ്രണ്ടിലുള്ള 2 സീറ്റുകളും നമുക്ക് ഈ വെന്റിലേറ്റഡ് ആയിട്ടുള്ള സീറ്റ്സ് ആണ്. ഇത് കൂടാതെ പുറകിലുള്ള സീറ്റ്സും, അതായത് നമ്മൾ ഇരിക്കുന്ന ഭാഗം വെന്റിലേറ്റഡ് ആയിട്ടാണ് ടോപ്പ് എൻഡിലേക്ക് വരുന്ന സമയത്ത് വരുന്നത്. ഹർമാൻ കാർഡിൻ്റെ 8 സ്പീക്കേഴ്സാണ്, പ്രീമിയം ആയിട്ട് വരുന്ന സ്പീക്കർ സിസ്റ്റമാണ് വാഹനത്തിനകത്ത് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ കുറച്ചും കൂടെയൊക്കെ മനോഹരമായിട്ടുള്ള സ്വിച്ചസും കാര്യങ്ങളൊക്കെ വാഹനത്തിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് ഒരു ട്വിൻറ്റ് തന്നെ വളരെ മനോഹരമാണ്. ഇത് അകത്തേക്ക് നോക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ വരുന്ന ഒരു ഗ്രേയിഷ് ടിൻ്റാണ്. അതിനകത്ത് നമ്മൾ സീറ്റിലേക്കൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ ഒരു ഓറഞ്ച് കളറുള്ള ഒരു ബാൻഡും കാര്യങ്ങളൊക്കെ ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇത് പല വേരിയൻസിലും പല കളേഴ്സിലും നമുക്ക് അവൈലബിൾ ആയിട്ട് കിട്ടും കേട്ടോ. അതായത് ഏറ്റവും ബേസ് വേരിയൻറ്റിൽ വേറൊരു കളർ തീം ആയിരിക്കും. അതായത് നമുക്കൊരു ലൈറ്റ് പച്ച, ബ്ലൂ അങ്ങനെയുള്ള കളേഴ്സിലൊക്കെ വരും. ടോപ്പിലേക്ക് വരുന്ന സമയത്ത് ഇതുപോലെ ഗ്രേയും ഇതുപോലെ ആ ഓറഞ്ച് ട്രിംസൊക്കെയാണ് വരുന്നത്. പിന്നെ സീറ്റ്സിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള സീറ്റുകളും കാര്യങ്ങളൊക്കെയാണ് വാഹനത്തിനകത്ത് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ടോപ്പിലേക്ക് വരുന്ന സമയത്ത്. സിറോസിൻ്റെ ഇൻറ്റീരിയറിലാണ് ഇരിക്കുന്നത്. ഒരു രക്ഷയില്ലാത്ത ഒരു ഡാഷ്ബോർഡ് ഏരിയ ആണ് കേട്ടോ. ഇതിൽ കോക്ക്പിറ്റ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കണ്ടോ, ഇതൊരു ഒറ്റ സ്ക്രീനായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. ഇത്രയും വലിയ സ്ക്രീനാണ്. ആക്ച്വലി ശരിക്കും പറഞ്ഞാൽ ഇത്
ഇൻഡിപെൻഡൻ്റ്ലി 2 സ്ക്രീൻസാണ്. ഇത് ഇൻഫോർടൈൻമെൻറ്റ് ഒരു സ്ക്രീനാണ്. പിന്നെ ഇവിടെ ഒരു ചെറിയ സ്ക്രീൻ വരുന്നുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ AC-യുടെ കൺട്രോൾസുള്ള സ്ക്രീനാണ്. അപ്പം ഈ ഒരു വശത്തേക്ക് വരുമ്പോൾ നമുക്ക് ഇൻസ്ട്രുമെൻ്റ് പാനലാണ് കാണുന്നത്. അപ്പോൾ ഇത് 3ഉം കൂടെ, അതായത് 3 സ്ക്രീനും കൂടെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് വലിയൊരു സ്ക്രീനാക്കി ഇതിനെ മാറ്റിയിരിക്കുകയാണ്. ഭയങ്കര രസമാണ്. 12.3 ഇഞ്ചസാണ് ഇത് വരുന്നത്. ഇത് 12.7 ഇഞ്ചസാണ് ഈ ഒരു സൈസിലേക്ക് വരുമ്പോൾ വരുന്നത്. അപ്പം അത് തന്നെയാണ് ഇതിൻ്റെ ഒരു അട്രാക്ഷൻ എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ഏറ്റവും മോഡേൺ ആയിട്ടുള്ള ഒരു വാഹനത്തിലേക്കാണ് ഈ ഒരു ഡിസൈൻസൊക്കെ നമ്മൾ സാധാരണ കണ്ടുവരുന്നത്. അല്ലെ വില കൂടിയ വാഹനങ്ങളാണ് കണ്ടുവരുന്നത്. അപ്പോൾ അതൊക്കെ നമുക്ക് ഇതൊരു ബഡ്ജറ്റ് സെഗ്മെൻറ്റ് വാഹനം. ഇതിൻ്റെ വില ഇതുവരെയും പറഞ്ഞിട്ടില്ല. ഫെബ്രുവരി ആകുമ്പോൾ വരുമെന്നാണ് പറയുന്നത്. ഇതിൻ്റെ ഏകദേശം 11 ലക്ഷം മുതൽ 17 ലക്ഷം വരെയാണ് ഇതിൻ്റെ പ്രൈസ് വരുമെന്നാണ് ഒരു എസ്റ്റിമേഷൻ കേട്ടോ. അത് എക്സലൻ്റ് ആയിട്ട് നമുക്ക് ഇതുവരെ അറിയത്തില്ല. എന്നാലും നമ്മുടെ കണക്ക് നമ്മൾ പറഞ്ഞതേ ഉള്ളൂ. ഇനി വാഹനത്തിൻ്റെ സ്റ്റിയറിംഗിലേക്ക് വരാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വട്ടമാണോ ചതുരമാണോ എന്നൊക്കെ പറയുന്ന പോലെ 2 ഫ്രണ്ടിലും മണ്ടയിലും താഴെയും 2 ഫ്ലാറ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. കുറച്ചുകൂടെ സ്പോർട്ടി ആയിട്ട് വരുന്ന ഒരു സ്റ്റിയറിംഗ് ആണ്. ലെതർ റാപ്ഡ് ആയിട്ട് വരുന്ന ഒരു കിടിലൻ സ്റ്റിയറിംഗ് കേട്ടോ. അതുപോലെ കീയുടെ ഒരു റൈറ്റിംഗ് സാധനം നടുക്ക് ഇടുമ്പോൾ ഇച്ചിരി മാറ്റി ഒരു പ്രത്യേക രീതിയിൽ അത് നല്ല ഒരു ബാൻഡിനകത്താണ് അത് എഴുതിയിരിക്കുന്നത്. ഈ വശത്തേക്ക് വരുമ്പോഴത്തേനും നമുക്ക് കൺട്രോൾസാണ്, നമുക്ക് മീഡിയ കൺട്രോൾസാണ് വരുന്നത്, ഫോണൊക്കെ എടുക്കാനൊക്കെ ഉള്ളത്. അതുപോലെ ഈ ഒരു വശത്തേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഈ വാഹനത്തിനകത്ത് അഡാസ് ലെവൽ ഫീച്ചേഴ്സ്, ലൈൻ കീപ്പും അങ്ങനെയുള്ള സംവിധാനത്തിൽ നിന്നുള്ള സംഭവങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ വരുമ്പം ഡ്രൈവ് മോഡ്സ് ഉണ്ട്. ഈ വാഹനത്തിനകത്ത് നമുക്ക് 3 ഡ്രൈവ് മോഡ്സ് അവൈലബിൾ ആണ്. ഈക്കോ, നോർമൽ, സ്പോർട്ട്, ഇങ്ങനെ 3 മോഡുകൾ അവൈലബിൾ ആണ്. അതുപോലെ ട്രാക്ഷൻ മോഡുകളുണ്ട് കേട്ടോ. സ്നോ, മഡ്, സാൻഡ്, ഇങ്ങനെയുള്ള ഒരു 3 ട്രാക്ഷൻ മോഡുകൾ ഈ വാഹനത്തിനകത്ത് അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ സൂപ്പറായിട്ടുള്ളൊരു സ്റ്റിയറിങ്ങും അതുപോലെ തന്നെ ഒരു കോക്പിറ്റ് ഏരിയ നമുക്കിവിടെ കാണാനായിട്ട് നമുക്ക് സാധിക്കും. അതുപോലെ കണക്ടിവിറ്റി ഫീച്ചേഴ്സ് എല്ലാം ഉണ്ട്. നമുക്ക് കിയ എന്ന് പറയുന്ന കണക്ടിവിറ്റി ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഇതിനകത്തുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഓവർ ദ എയർ അപ്ഡേറ്റ്സ് ഈ വാഹനത്തിനകത്ത് സെഗ്മെൻറ്റിൽ ആദ്യമായിട്ട് വന്നിരിക്കുന്നു. അപ്പോൾ അങ്ങനെയുള്ള കുറേ ഫീച്ചേഴ്സ് ആഡ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു വശത്തേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഇവിടെ ഒരു ടെക്സ്ചർ, ഇവിടെ വേറൊരു ടെക്സ്ചറായിട്ടാണ് പോയിരിക്കുന്നത്. ഇവിടെ വരുമ്പോൾ വേറൊരു ടെക്സ്ചർ. അപ്പം ലൈക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ടെക്സ്ചേഴ്സിലാണ് ഈ വാഹനത്തിൻ്റെ ഒരു ഇൻറ്റീരിയേഴ്സ് ഒരുക്കിയിരിക്കുന്നത് പറഞ്ഞാൽ. AC-യുടെ വെൻറ്റുകളൊക്കെ ആണല്ലോ, ഇതാണ് AC-യുടെ വെൻറ്റുകൾ. പക്ഷേ അതിൻ്റെ ഒരു ഷേപ്പ് ഒക്കെ ഉണ്ട്. ഇങ്ങനെ ഫുൾ ലെങ്തിൽ AC-യുടെ വെൻ്റാന്ന് നമുക്ക് തോന്നുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. ഇത് കൂടാതെ തന്നെ നമുക്ക് ഈ ടച്ച് സ്ക്രീൻ അല്ലാതെ തന്നെ നമുക്ക് ഫിസിക്കലായിട്ടുള്ള സ്വിച്ചസ് നമുക്ക് ഇവിടെ കൊടുക്കുന്നുണ്ട്. മാപ്പും ഹോം സെർച്ച് അങ്ങനെ മീഡിയയുടെ കൺട്രോൾസ് എല്ലാം ഉണ്ട്. AC-യുടെ കൺട്രോൾസ് എല്ലാം ഈ ഒരു വശത്തേക്ക് കൊടുത്തിരിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് നമുക്ക് സാധിക്കും. ഇവിടെ വരുന്ന സമയത്ത് നമുക്ക് പവർ ഔട്ട്ലെറ്റുകളൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ 12 ഇഞ്ചിൻ്റെ ഒക്കെ നമുക്ക് 12 ഇഞ്ചിൻ്റെ നമുക്ക് ഒരു പവർ കണക്ടറൊക്കെ നമുക്ക് അവിടെ കൊടുക്കാം. സീ പോർട്ടുകൾ നമുക്ക് ആഡ് ചെയ്തിരിക്കുന്നതായിട്ട് നമുക്ക് കാണാം. അതുപോലെ ഇവിടെയൊക്കെ സീ പോർട്ടുകളൊക്കെ ഉണ്ട് കേട്ടോ. അതെല്ലാം കൊടുത്ത് വളരെ കൺവീനിയൻ്റ് ആക്കി മാറ്റിയിരിക്കുക എന്നുള്ളതാണ്. ഈ ഒരു വശത്തേക്ക് വരുവാണെങ്കിൽ ഒരു വയർലെസ് ചാർജിങ് യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. കുറച്ചുകൂടി ഡിഫറൻ്റ് ആയിട്ടുള്ള ഷേപ്പിലാണ് വയർലെസ് ചാർജിങ് കൊടുത്തിരിക്കുന്നത്. ഈ വാഹനത്തിനകത്ത് ഈ റോട്ടറായിട്ടുള്ള ഈ ഒരു റോട്ടറല്ല, ഈ വാഹനത്തിനകത്ത് ഈ ഒരു വാഹനത്തിൻ്റെ ഹാർട്ടാണെന്ന് വേണമെങ്കിൽ പറയാം. ഇതാണ് ഇതിൻ്റെ ഒരു ഷിഫ്റ്റർ എന്ന് പറയുന്നത്. അപ്പം ഇതൊരു ഓട്ടോമാറ്റിക് ആണ്. ഇത് 7 സ്പീഡ് DCT ആണ് ഈ വാഹനത്തിലേക്ക് വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഇതിലേക്ക് ഡീസലിലേക്ക് വരുന്ന സമയത്ത് നമുക്കൊരു ടോർക്ക് കൺവേർട്ടർ ഗിയർ ബോക്സ് നമുക്ക് അവൈലബിൾ ആണ്. ഓട്ടോമാറ്റിക് 80 ആണ് വരുന്നത്. ഇതിനകത്ത് എഞ്ചിൻ്റെ സ്റ്റാർട്ട് സ്റ്റോപ്പ് സ്വിച്ച് വരുന്ന ഇവിടെയാണ്. മിക്ക വാഹനങ്ങൾക്ക് ഈ ഒരു വശത്തൊക്കെയാണ്, പക്ഷേ ഇവിടെയാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ നമുക്ക് പാർക്കിങ്ങിൻ്റെ സെൻസേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ 360 ഡിഗ്രിയുടെ ക്യാമറ ഓൺ ചെയ്യാനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട്. ഇത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ സ്ക്രീനിലേക്ക് നോക്കി കഴിഞ്ഞാൽ 360 ഡിഗ്രിയുടെ ക്യാമറയുടെ ഫംഗ്ഷൻസ് അവിടെ കാണാൻ പറ്റും. അതൊന്നും ഒരു പുതുമയല്ല ഇന്നത്തെ കാലത്ത്. അതുകൊണ്ട് അതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കുന്നില്ല. വളരെ ഡീപ്പറായിട്ടുള്ള ഒരു കപ്പ് ഹോൾഡറും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. കണ്ടോ, ഇതിങ്ങനെ പ്രസ് ചെയ്യുന്ന സമയത്ത് ഇത് കണ്ടോ. ഓക്കെ, ഇത് നമുക്ക് ഇങ്ങനെ എടുത്തങ്ങ് ലോക്ക് ചെയ്യാം. അപ്പം അതായത് അത് ഭയങ്കര കൺവീനിയൻറ്റിന് വേണ്ടിയാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കപ്പ് വെക്കാത്ത സമയത്ത് നമുക്കൊരു സ്പേസ് യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയാണ്. ഇപ്പോൾ കപ്പ് വെക്കുമ്പോൾ അത് ഹോൾഡ് ചെയ്യാനായിട്ട് ഇത് പ്രസ് ചെയ്യുമ്പോൾ കപ്പ് വയ്ക്കാം. അല്ലാതെ വേറെ വെച്ചോടെ നീളമുള്ള സാധനം വെക്കണമെന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് ഫോൾഡ് ചെയ്ത് വയ്ക്കാം. അപ്പം ഭയങ്കര യൂട്ടിലൈസേഷൻ എങ്ങനെ നോക്കിയിട്ടാണ് അവർ ചെയ്തിരിക്കുന്നത്. ഇതുപോലെ ഡ്രൈവറിനുള്ള ഒരു ആംബ്രസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഈ നമുക്കൊരു സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളൊക്കെ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതുപോലെ തന്നെ ഇതാണ്ട് ഇതിൻ്റെ സൈഡിലൊരു സ്വിച്ച് ഉണ്ട്. സൈഡിലെ സ്വിച്ച് എന്ന് പറയുന്നതുണ്ട് ഈ ബാക്കിൽ ഇതാണ് എയറിൻ്റെ ഒരു പ്യൂരിഫയറിൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് ഈ കാര്യങ്ങളൊക്കെ ഓപ്പൺ ആക്കാനും ഒക്കെ ഉള്ളൊരു സംവിധാനങ്ങളൊക്കെയാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അതുപോലെ AC-യുടെ വെൻറ്റുകളും താഴോട്ട് വരുന്ന സമയത്തുണ്ട്. അത് പുറകിലോട്ട് ഇറങ്ങിയിരിക്കുന്ന സമയത്ത് പറയാം. ഇനി നമ്മൾ എടുത്തു വരേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഗ്ലൗ ബോക്സുകളാണ്. അത്യാവശ്യം ഡീപ്പറായിട്ടുള്ള ഒരു ഗ്ലൗ ബോക്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഓട്ടോ ഡിമ്മിങ് ആയിട്ട് വരുന്ന IRB നമുക്ക് കാണാം. 2 സൺവൈസേഴ്സ് നമുക്ക് കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് ആൻറ്റി മിറേഴ്സ് ഉണ്ട്. ഇത് കൂടാതെ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ സൺറൂഫാണ്. ഇതിനകത്ത് നമുക്ക് 2 പെയിനായിട്ട് വരുന്ന സൺറൂഫാണ് വരുന്നത്. അത്യാവശ്യം വലിയൊരു സൺറൂഫാണ് ഈ വാഹനത്തിനകത്ത് കൊടുത്തിരിക്കുന്നത്. അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫുള്ളായിട്ട് നമുക്ക് ഫ്രണ്ടിലും ബാക്കിലും ഇരിക്കുന്നവർക്ക് ഭയങ്കര വിസിബിളായിട്ട് നമുക്ക് ആകാശം കണ്ട് യാത്ര ചെയ്യാൻ പറ്റുന്ന രീതിയിലൊക്കെയാണ് കാര്യങ്ങളെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ അതും നല്ലൊരു ഫീച്ചറാണ്. ഈ വാഹനത്തിനകത്ത് ഇത്രയും വലിയൊരു സൺറൂഫ് കൊടുത്തിട്ടുള്ളത് നല്ലൊരു ഫീച്ചറായിട്ട് എനിക്ക് തോന്നി. ഇതാണ് സിറോസിൻ്റെ മാജിക് എന്ന് പറയുന്നത് കേട്ടോ. ഈ സീറ്റിൻ്റെ ഒന്നാമതിനകത്ത് സ്പേസ് നിങ്ങൾക്ക് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാം എന്തുമാത്രം സ്പേസ് ആണ് ഈ വാഹനത്തിനകത്തുള്ളത് അല്ലേ. ഒരു രക്ഷയില്ല.
അടുത്തതായിട്ടുള്ള പ്രത്യേകത ഞാൻ പറയാം. ഞാൻ തുടക്കത്തിൽ പറഞ്ഞായിരുന്നു നമുക്ക് ബൂട്ട് സ്പേസ് കുറച്ചുകൊണ്ട് സീറ്റ് നമുക്ക് കുറച്ചും കൂടെ. ഇതിപ്പോൾ ഞാനിങ്ങനെ അപ്രൈറ്റ് ആയിട്ടല്ല ഇരിക്കുന്നത്. അപ്പോൾ ഞാനിതാ ഇവിടെ ലിവർ ഉണ്ട്. ഇത് വലിച്ചു കഴിഞ്ഞാൽ കണ്ടോ ഈ സീറ്റ് നമുക്ക് ഇത്രയും നമുക്ക് പോകും. കണ്ടോ ഈ സീറ്റ് പോകുമ്പോൾ നമ്മുടെ ലെഗ് സ്പേസ് കൂടും. അതായത് നമുക്ക് വേണ്ട ഇത്രയും നമുക്ക് മുമ്പോട്ട് കയറ്റി വിടുകയും ചെയ്യും, ഇത്രയും ബാക്കിലേക്ക് കൊണ്ടുവരും. ഇത്രയും ബാക്കിലേക്ക് കൊണ്ടുവരുമ്പോൾ അത്രയും സ്പേസ് ആണ് അവിടെ ഉള്ളത്. ഇത് കൂടാതെ തന്നെ ഇവിടെ ഒരു ലിവർ നമ്മൾ വലിച്ചു കഴിഞ്ഞാൽ ഇത് കണ്ടോ ഇത്രയും നമുക്ക് ചാരി ഇരിക്കാനായിട്ട് പറ്റും. ഈ ഒരു സീറ്റിൻ്റെ ലെവൽ വെച്ച് നോക്കുമ്പോഴുണ്ടോ ഇത്രയും നമുക്ക് സുഖകരമായിട്ട് കാല് നീട്ടി വെച്ചിരിക്കാൻ പറ്റുന്ന ഒരു സംവിധാനമുള്ളത്. ഇത്രയും സ്പേസ്, അതായത് ഒരു 4 മീറ്റർ വാഹനത്തിനകത്ത് 4 മീറ്ററിനകത്ത് വരുന്ന ഒരു വാഹനത്തിനകത്ത് ഇത്രയും സ്പേഷ്യസ് ആയിട്ടുള്ള വേറൊരു വാഹനം ഉണ്ടെന്ന് തോന്നുന്നില്ല. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞാൽ സൺറൂഫിൻ്റെ ഒരു വ്യൂ, ഇത്രയും ഫുള്ളായിട്ട് വരുന്ന ഒരു പാൻഡമിക് സൺറൂഫ് ഈ ഒരു വാഹനത്തിനകത്ത് ഇരിക്കുന്ന അല്ലെങ്കിൽ യാത്ര ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു സുഖം ഒരു അൺകമ്പയറബിൾ ആയിരിക്കും എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പം ഇതാണ് ഇതിനകത്ത് ഇരിക്കുന്നത്. പിന്നെ എടുത്ത് പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞാൽ ഈ ബാക്കിലെ സീറ്റുകളും വെന്റിലേറ്റഡ് ആയിട്ടുള്ള സീറ്റുകളാണ്. സീറ്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബാക്കിൽ നമ്മുടെ ഈ ചാരുന്ന പോർഷനല്ല, പക്ഷേ ഇരിക്കുന്ന ഭാഗം ഈ 2 വശം നമുക്ക് വെന്റിലേറ്റഡ് ആയിട്ട് സീറ്റ്സ് ആയിട്ടാണ് വരുന്നത്. അതൊരു ഭയങ്കര ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് നോക്കി. പിന്നെ നമുക്ക് ഈ പറയുന്ന പോലെ ജനലൊക്കെ അത്യാവശ്യം വലിയ ജനലാണ്, വിസിബിലിറ്റിക്ക് വേറെ പ്രോബ്ലംസ് ഒന്നുമില്ല. പിന്നെ താഴെയൊക്കെ സ്പീക്കേഴ്സൊക്കെ കൊടുത്തിട്ടുണ്ട്, അപ്പോൾ അതിൻ്റെതായിട്ട് പ്രശ്നങ്ങളില്ല. AC-യുടെ വെൻറ്റുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ എയർ പ്യൂരിഫയറിൻ്റെ സംവിധാനങ്ങൾ കൊടുത്തിട്ടുണ്ട്, ഫോൺ ചാർജ് ചെയ്യാനുള്ള സംവിധാനങ്ങൾ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നിരവധി എണ്ണമറ്റ കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് ചെയ്തു വെച്ചിരിക്കുന്നത്. എന്താണെങ്കിലും ഇതിൻ്റെ ബാക്ക് സീറ്റ് റോയിലെ യാത്രാസുഖം അടിപൊളിയായിരിക്കും. കാരണം ഇതൊന്ന് അടുത്ത ആഴ്ച ടെസ്റ്റ് ഡ്രൈവ് വരുന്ന സമയത്ത് ടെസ്റ്റ് ഡ്രൈവ് എടുക്കണമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ വാഹനത്തിൻ്റെ പുറമേ അകമേ ഉള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞ് വാഹനത്തിൻ്റെ എഞ്ചിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ഈ വാഹനത്തിനകത്ത് ഒരു പെട്രോൾ എഞ്ചിൻ ആണെങ്കിലും ഈ വാഹനത്തിന് ഒരു ഡീസൽ എഞ്ചിനും കൂടെ ഉണ്ട്. 1 ലിറ്റർ ടർബോ വരുന്ന പെട്രോൾ എഞ്ചിനാണ് ഈ വാഹനത്തിനകത്തുള്ളത്. ഇതുകൂടാതെ 1.5 ലിറ്ററിൻ്റെ ഒരു CRD ഒരു എഞ്ചിൻ ഈ വാഹനത്തിനകത്ത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഡീസൽ പ്രേമികളായിട്ടുള്ള ആൾക്കാർക്ക് വളരെ ആശ്വാസകരമായിട്ടുള്ളൊരു കാര്യമാണ്. എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ വാഹനത്തിൻ്റെ ഒരു സേഫ്റ്റിയാണ്. ഇതുവരെ റേറ്റ് ചെയ്തിട്ടില്ല, പക്ഷേ ഈ വാഹനത്തിൻ്റെ ഒരു കൺസ്ട്രക്ഷനും ഇതിൻ്റെ രീതിയൊക്കെ കാണുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അത്യാവശ്യം നല്ല സേഫ്റ്റി റേറ്റിംഗ് കിട്ടാൻ പോകുന്ന ഒരു വാഹനമാണെന്നുള്ളതാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു 998 cc ഒരു ടർബോ GD എഞ്ചിനാണ് ഈ വാഹനത്തിനകത്ത് വരുന്നത്. അതുപോലെ തന്നെ ഒരു 1.5 ലിറ്ററിൻ്റെ ഒരു ഡീസൽ എഞ്ചിനും വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ പവർ ഫിഗേഴ്സും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. ഇതിലേക്ക് വരുന്ന സമയത്ത് 118 PS ആണ് വാഹനത്തിൻ്റെ പവർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ 172 Nm ടോർക്ക് നമുക്ക് ഈ വാഹനത്തിനകത്ത് അവൈലബിൾ ആയിട്ട് കിട്ടും. അതുപോലെ തന്നെ ഡീസലിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് 113 HP ആണ് വരുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ ഒരു ടോർക്ക് ഫിഗർ നോക്കുമ്പോൾ 250 Nm ടോർക്ക് കിട്ടും. ഈ വാഹനത്തിൻ്റെ മൈലേജ് ഫിഗേഴ്സ് എന്താണെന്ന് ഇവർ പറഞ്ഞിട്ടില്ല, വിലയും പ്രഖ്യാപിച്ചിട്ടില്ല. എല്ലാം ഫെബ്രുവരി മാസത്തേക്ക് മാത്രമേ നമുക്ക് അറിയാനായിട്ട് നമുക്ക് സാധിക്കുള്ളൂ. എങ്കിലും ഏകദേശം 11 ലക്ഷത്തിൻ്റെയും 17 ലക്ഷത്തിനും ഇടയിലായിരിക്കും ഇതിൻ്റെ വില വരുന്നത്. അത്യാവശ്യം മൈലേജ് കിട്ടേണ്ട ഒരു വാഹനമാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇന്ന് നമുക്കറിയാം കോമ്പറ്റീറ്റീവായിട്ട് മൈലേജിൻ്റെ കാര്യത്തിൽ ഭയങ്കര കോമ്പറ്റീഷൻ നടക്കുന്ന ഒരു സമയത്ത് അത്യാവശ്യം നല്ലൊരു മൈലേജ് ഫിഗേഴ്സിന് ഈ വാഹനം പ്ലേസ് ചെയ്യാൻ നമുക്ക് വിചാരിക്കാം. ഇതിൻ്റെ പ്രീ ബുക്കിംഗ് ആരംഭിച്ചിട്ടുണ്ട്. ട്രിവാൻഡ്രത്തും ആറ്റിങ്ങിലുള്ള ഓട്ടോമാറ്റിക് വേയിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ വാഹനം നിങ്ങൾക്ക് നേരിട്ട് കാണാം. ടെസ്റ്റ് ഡ്രൈവ്സിനുള്ള വണ്ടികൾ റെഡിയാക്കിയിട്ടുണ്ട്. എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ വിളിക്കാനുള്ള 2 നമ്പേഴ്സ് ഞാൻ താഴെ കൊടുത്തേക്കാം. ഈ 2 ലൊക്കേഷനും ട്രിവാൻഡ്രം ആറ്റിങ്ങിലുള്ള ലൊക്കേഷൻസിലുള്ള ഷോറൂംസിലേക്ക് നിങ്ങൾക്ക് നേരിട്ട് വന്ന വാഹനം കാണാം. അതുപോലെ ഈ നമ്പേഴ്സിലേക്ക് വിളിച്ച് ചോദിച്ചാലും മതി. അപ്പോൾ ഈ ഒരു സീറോസ് എന്ന് പറഞ്ഞൊരു വാഹനത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ലൈക്ക് ഈ ഒരു വാഹനത്തിൻ്റെ ഇൻറ്റീരിയർ സ്പേസിനെ കുറിച്ചും വാഹനത്തിനകത്തുള്ള മറ്റ് സജ്ജീകരണങ്ങളെക്കുറിച്ചും നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് താഴെ നിന്ന് കമൻറ്റ് ചെയ്യാൻ എഴുതുക. പുതിയൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം. സോ ദിസ് ഈസ് റോബിൻ സൈനിങ് ഫ്രം റോബ് മൈ ഷോ.